ഹായ് ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രാവിലെ തന്നെ നമ്മുടെ പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കറിക്കൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ച് കുറച്ച് വഴുതണങ്ങയോ കോവയ്ക്കോ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ. എന്തായാലും ഒരു വഴുതണങ്ങ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ഒരെണ്ണം തന്നെ ഒരുപാട് അധികമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉള്ളതായതുകൊണ്ട് നമുക്കത് മതിയേ. അപ്പോഴാണ് നമ്മൾ വീണ്ടും നമ്മുടെ കണ്ണിൽ പെടുന്നത് നമ്മുടെ മുള്ളാത്തേക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ഉള്ളിലോട്ട് കയറി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലേ ആ ഒരു ഭാഗത്ത് അതൊക്കെ നിൽക്കുന്നതായിട്ട്. എന്നാലും നമുക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറേ അതിനകത്തുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് തൽക്കാലം ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അത് ഒരുപാട് പഴുത്തതൊന്നുമല്ല, ചെറുതായിട്ടൊരു മഞ്ഞപ്പ് വരുന്നതേ ഉള്ളൂ. ഇനിയും പഴുക്കാൻ ഒരുപാട് സമയമെടുക്കും. എന്തായാലും പിച്ചി വെച്ചിട്ടുണ്ട്. പഴുക്കുമ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാവേ. നമുക്ക് നേരത്തെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു മുള്ളാത്ത ഉണ്ടായിരുന്നു. ഒരു 2-3 വർഷത്തിന് മുമ്പ് ഒരു നല്ലൊരു മഴയത്ത് കാറ്റുള്ളൊരു സമയത്ത് അത് ഫുള്ളായിട്ട് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ബാക്ക് സൈഡിൽ ഒരെണ്ണം നിൽപ്പുണ്ടേ, അതിനകത്ത് നിന്നാണ് കേട്ടോ ഞാൻ ഇപ്പോൾ അത് പിച്ചിയെടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും മമ്മിയും കൂടി ചേർന്നിട്ട് നമ്മുടെ ആ ഒരു കിണറിൻ്റെ സൈഡിൽ നമ്മൾ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ പാവലും പടവലങ്ങയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ അവിടെയൊക്കെ കുറേ ഇങ്ങനെ പടർത്തിയൊക്കെ വിടാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നേ. അപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കുറേ പടവലങ്ങ പുതിയതായിട്ട് കിളിർത്തൊക്കെ വന്നിരിക്കുന്നത് കണ്ടു. കുറേ പേരൊക്കെ ഇതിനകത്തുനിന്ന് ചീത്തയായിപ്പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറേ പേര് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചിട്ടും നമ്മുടെ ഈച്ചകളും മറ്റും കൊത്തിയിട്ടൊക്കെ ചിലതായിട്ടൊക്കെ ചെറുതിലേ തന്നെ ചീത്തയായി പോകുന്നുണ്ടായിരുന്നു. ഇതുങ്ങളൊക്കെ ഇതിൻ്റെ ഇലകളിലൊക്കെ ഇടയിലൊക്കെ കയറി നിന്നാലും നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കണ്ണിൽ ഇത് പെട്ടെന്ന് പെട്ടത് കേട്ടോ. അങ്ങനെ ഒരേ വള്ളിയിൽ തന്നെ 2-3 എണ്ണം അടുപ്പിച്ചടുപ്പിച്ച് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക, നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താണെന്നറിയോ, ഇതിൻ്റെ ആ ഒരു തണ്ടും ഈ വരുന്നൊരു പടവലങ്ങയുടെ കനമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഏകദേശം സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ വള്ളി പുതുതായിട്ട് കിളിർത്ത് വന്നതാണെന്ന്. പിന്നീട് കുറേയും കൂടി വളരുമ്പോഴാണ് കേട്ടോ നമുക്ക് മനസ്സിലാവുന്നത് അത് പടവലങ്ങയായിരിക്കും എന്നുള്ളത്. അങ്ങനെയാണ് കേട്ടോ നമുക്കിത് കണ്ണിൽ പെട്ടത്. അങ്ങനെ അടുപ്പിച്ചാണ് കേട്ടോ ആ ഒരു 3 എണ്ണം നിൽപ്പുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പിന്നെ പോയി പേപ്പറൊക്കെ എടുത്തിട്ട് വന്നു. പിന്നെ നമ്മുടെ ചൂലിൻ്റെ ആ ഒരു ഈർക്കലൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചൂലിൻ്റെ അല്ല, നമ്മുടെ ഓലയുടെ ചൂലുണ്ടാക്കുന്ന ഓലയുടെ ഈർക്കലുണ്ടല്ലോ, ആ ഈർക്കലൊക്കെ എടുത്തിട്ട് വന്നു. അങ്ങനെ മമ്മി ഇത് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും എത്ര ശ്രമിച്ചിട്ടും എനിക്കിതങ്ങോട്ട് കുത്തുന്നത് ശരിയാവുന്നില്ല. മമ്മി ഇത്രയും കെയറോടുകൂടി കുത്തിയിട്ട് പോലും അതിനകത്തൂടെ ഈച്ചയൊക്കെ പരതിയൊക്കെ നടപ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ രീതിയിലും കൂടെ കുത്താൻ തുടങ്ങിയാൽ ഒട്ടും കിട്ടാതാവും കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പാടാണ് ഒരു സാധനം ഇങ്ങനെ ചെയ്തെടുക്കാനെ കൊണ്ട്. അങ്ങനെ എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അതിന് താഴോട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ടേ. പക്ഷെ അതുങ്ങളെ ഒന്നും നമുക്കിപ്പോഴേ കുത്തിയിടാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ തണ്ടിന് കുറച്ച് നീളവും ആ ഒരു പടവലങ്ങയ്ക്ക് കുറച്ച് നീളവും കൂടി വന്നെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ പേപ്പർ കുത്തിയിടാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഊരി പോവുകയേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പാവലൊക്കെ ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം നമ്മുടെ കൃഷിയൊക്കെ കുറേയൊക്കെ നശിച്ചു പോയി. കാരണം അതിശക്തമായ മഴയും കാറ്റും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശമൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കൃഷിയൊക്കെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറേയൊക്കെ അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്ന ഒക്കെ ചീഞ്ഞു പോയി. നമുക്കതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാറ്റൊക്കെ കാരണം കുറേയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഈ ഒരു പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പക്കിയുടെയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ. അതേ ഈ ഒരു പാവയ്ക്ക് തന്നെ നോക്കിക്കേ, ചെറുതായിട്ട് നിന്നപ്പോൾ തന്നെ മഞ്ഞ കളറായി. അതും ഏകദേശം വംശനാശം സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ പറമ്പിൽ നമുക്കങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. 2-3 കുക്കുംബർ ഉണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളെയൊക്കെ ഇങ്ങോട്ടൊന്ന് പിച്ചി എടുക്കുകയാണ് കേട്ടോ. ഞാനിന്ന് രാവിലെയും കടയിൽ പോയിട്ട് കുക്കുംബർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നാണ് കേട്ടോ ഇത് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും അതിനെ ഇങ്ങോട്ട് എടുക്കുകയാണ്. അപ്പോഴാണ് അതിനിടയ്ക്കോടെ ഒരു പടവലങ്ങ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. അമ്മ അതൊന്ന് എടുത്തു നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് പകുതിയും തിന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും അങ്ങ് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേപ്പറൊക്കെ എടുത്ത് മാറ്റി കളഞ്ഞു. ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. നമ്മൾ ഇത്രത്തോളം കെയറൊക്കെ ചെയ്തിട്ടും ഇതൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ആയി പോകുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. അത് ചെയ്ത് നോക്കുന്നവർക്ക് അത് മനസ്സിലാവത്തുള്ളൂ. നമ്മൾ കുറേയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ. അങ്ങനെ നമുക്ക് 2 കുക്കുംബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് ലൈവായിട്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ആ ഒരു കുക്കുംബറൊക്കെ കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. കഴിച്ചപ്പോൾ നല്ലതുണ്ടായിരുന്നു.
കഴിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ചെറുതായിട്ടൊരു കമർപ്പുണ്ടോ എന്നൊരു സംശയം. സാധാരണ കുക്കുംബറിന് ഇങ്ങനെയുള്ള കമർപ്പോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല, പക്ഷേ എന്താണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മമ്മിക്കും കൂടി ഒന്ന് കൊടുത്തു നോക്കാം, അതിനി എൻ്റെ വായുടെ വല്ല പ്രശ്നമാണോ എങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനങ്ങനെ മമ്മിക്കൂടെ കൊടുത്തു. മമ്മി ഫസ്റ്റ് ടൈം കഴിച്ചു നോക്കിയപ്പം കൊള്ളാം, അടിപൊളി എന്നൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കഴിച്ചു വന്നപ്പോൾ മമ്മിയുടെ മുഖത്തിൻ്റെ ഭാവവ്യത്യാസങ്ങളൊക്കെ മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു കമർപ്പുണ്ടെന്ന്. അത് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ആ ഒരു കമർപ്പ് വന്നത്. അങ്ങനെ ഞാൻ അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ കടിച്ചൊക്കെ കളഞ്ഞിട്ട് അതിനകത്തുള്ള ആ ഒരു വൈറ്റ് സാധനം മാത്രം കഴിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആ ഒരു തൊലിക്കാണ് കേട്ടോ ആ ഒരു കമർപ്പ് വരുന്നത്. എന്താണെന്ന് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. അപ്പോൾ ഇനി ഇത് വീണ്ടും കുക്കുംബർ അല്ലേ, പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഒരെണ്ണം എന്തായാലും തൽക്കാലം ഒന്ന് കഴിച്ചിട്ട് ബാക്കി കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്തും ചെറുതായിട്ട് ആ ഒരു പക്കി അക്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്ത് കുറച്ച് ചീത്തയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഇത് വേറൊരു എന്തോ ഒരു ഇനത്തിലെ വെള്ളരിക്കയാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ക്യുക്കമ്പർ ആണോ എന്ന് ചോദിച്ചാൽ അതും അല്ല കേട്ടോ. അപ്പോൾ മമ്മി പറയാണ് ഇത് അമ്മ ഇത് മോള്, അങ്ങനെ ചെറുത് അങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ നിന്ന് ചിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കുറേ പുതിയ പുതിയ വള്ളികളും മറ്റും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പടർത്തി വിട്ടു കൊടുക്കുന്നുണ്ട്. പിന്നെ അങ്ങ് ഓവറായിട്ട് ഇട്ട് കൊടുക്കാനും വേണ്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചൊക്കെ ഉള്ളൂ. അവരെല്ലാവരും കൂടെ അവിടെ നിന്ന് കൂടിക്കലർന്ന് ഇങ്ങനൊരു വലിയൊരു എന്തോ സംഭവമായിട്ടൊക്കെ നിൽക്കുകയാണ്. മമ്മി ഓൾറെഡി ഇതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ആ ഒരു പടവലങ്ങ അവിടെ നിന്നിട്ട് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പിച്ചിയെടുത്ത് കളയുകയാണ്. ഈ ഒരു സൈഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ നമ്മൾ നേരെ നമ്മുടെ പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും കുറേ ഇങ്ങനെ ഇതൊക്കെ നിൽപ്പുണ്ടായിരുന്നല്ലോ, പടവലങ്ങയൊക്കെ നിൽപ്പുണ്ടായിരുന്നല്ലോ. ഈ ഒരു സ്ഥലത്തൊക്കെ പാവലൊക്കെ ശരിക്കും ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാനവിടെ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളത് നട്ടിരിക്കുന്ന ഡ്രാഗൺ ആണ്, പക്ഷേ എനിക്കിപ്പോഴും ഒരു വിശ്വാസം പോരാ അത് ഡ്രാഗൺ ആണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ മമ്മിയോട് ഇങ്ങനെ പറയുകയാണ്, എനിക്ക് തോന്നുന്നില്ല ഇത് ഡ്രാഗൺ ആണെന്ന്. കാരണം ഇതൊരുമാതിരി കള്ളുമുൾ ചെടിയുടെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. പെട്ടെന്ന് ഗ്രോത്തും ആവുന്നുണ്ട്. സാധാരണ ഡ്രാഗൺ ഇങ്ങനെയാണോ ഗ്രോത്ത് ആവുന്നത്, അല്ലെങ്കിൽ ഈ ഒരു രീതിയാണോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറയാം എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം സീസണൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഡ്രാഗണിൻ്റെ ഒക്കെ ഉള്ളവരുടെ വീട്ടിലൊക്കെ പൂത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വെയിറ്റിങ്ങിലാണ് കേട്ടോ, അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മുടെ വാട്ടർമെലോണും പിന്നെ മത്തൻ്റെ ഒരു വിത്തും കൂടെ ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് ഏതാണ് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നെയാണ്. പക്ഷേ കൺഫ്യൂഷനൊന്നും വേണ്ട, ആ വാട്ടർമെലോൺ അല്ല, അത് മത്തൻ്റെ ഇല തന്നെയായിരുന്നു. അപ്പോൾ അതിന് നമ്മൾ വെയിറ്റിംഗ് ആണ്. അത് ഒന്ന് പടർന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പടർത്തിയൊക്കെ വിടണം. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽ പെട്ടത് അവിടെ 1-2 വെണ്ടയ്ക്കൊക്കെ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ എന്തുമാത്രം വെണ്ടയ്ക്കകൾ പറിച്ചിട്ടുള്ളതായിരുന്നു, നമ്മുടെ പഴയ വീഡിയോസുകളൊക്കെ കാണുന്നവർക്കറിയാം. പിന്നെ ഒരു 2 പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പിച്ചി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു. നമ്മുടെ പീനട്ട് ബട്ടറിനകത്തും കുറേ കായ്കളൊക്കെ വന്ന് പഴുത്ത് നിൽപ്പുണ്ട്. നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, അതിനകത്ത് കുറേ പൂക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കായ്കളൊക്കെ ആയിട്ട് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഞാൻ വരും വീഡിയോകൾ ബാക്കി കാണിക്കാവേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.